പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വചനമാണ് ഇന്ന് വിചിന്തനത്തിനായി നാം എടുത്തിരിക്കുന്നത്. യേശു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലക്ഷണമാണ് യേശുവിൻ്റെ വചനം പാലിക്കും എന്നുള്ളത്. വചനം പാലിക്കുന്ന വ്യക്തിയെ പിതാവായ ദൈവം സ്നേഹിക്കും. അപ്പോൾ പിതാവും പുത്രനും അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കും എന്ന് തിരുവചനം പറയുന്നു. നാം ധാരാളം വചനം കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ വചനമനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കാറില്ല. അതിനു വേണ്ടി ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. പലരും പറയും വചനം ഹൃദയത്തിൽ തങ്ങുന്നില്ല എന്ന്. ചിലർ പറയും വചനം കഠിനമാണ് എന്ന്. വചനം ഹൃദയത്തിൽ തങ്ങാതിരിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ വചനം ഹൃദയത്തിൽ വസിക്കാതിരിക്കുന്നതിന് കാരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്ന്. അതുപോലെ പ്രഭാഷകൻ 15:15 പറയുന്നുണ്ട്, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ നാമാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. വഴിയും സത്യവും ജീവനും ഞാനാവുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ വചനങ്ങൾ മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. എന്തിനു വേണ്ടിയാണ് നാം വചനം പാലിക്കുന്നത്? നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധിയിലേക്ക് വളരുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ എന്ന്. അപ്പോൾ നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരായി മാറുകയാണ്. വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നാം വചനമാകുകയും വചനം ഏകുകയും ചെയ്യുന്നവരായി മാറും. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ അതികഠിനമായ രീതിയിൽ പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച ആ യേശുവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും നാം കാണിക്കേണ്ടത് യേശുവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത നമുക്കുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കും. അതിനായിട്ട് ആണ് നിരന്തരം നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അതിനുള്ള ശക്തി തരാനായിട്ട് നമ്മിലുള്ള പാപമാലിന്യങ്ങളെ ഉപേക്ഷിച്ച് വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നാം അനുദിനം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.